നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് സുപരിചിതരാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും. കുടുംബത്തിലെ എല്ലാവരും യൂട്യൂബ് ചാനലുമായി സജീവവുമാണ്. പല പ്രേക്ഷകരും ഇപ്പോൾ കുടുംബത്തിലെ ഒരു അംഗമായി കൃഷ്ണകുമാർ ഫാമിലിയുടെ ഒപ്പം ഒത്തുചേർന്ന് പോവുകയാണ്. മൂത്ത മകൾ അഹാന കൃഷ്ണയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു അഭിമുഖത്തിൽ കൃഷ്ണകുമാർ പറഞ്ഞ കാര്യങ്ങൾ അടുത്തിടെ വൈറലായി മാറിയിരുന്നു. ക്യാമറാമാൻ നിമിഷ് രവിയുമായി അഹാന പ്രണയത്തിലാണ് എന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ പരന്ന ഒരു കാര്യമായിരുന്നു. ഇരുവരും ഇക്കാര്യം പരസ്യമായി സ്ഥിരീകരിച്ചിരുന്നില്ല എങ്കിലും ഇതിനിടെ കൃഷ്ണകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്ന വിവാഹമാണ് അഹാന കൃഷ്ണയുടേത്. ആഗസ്റ്റിൽ അഹാനയുടെ വിവാഹം എന്ന അഭ്യൂഹം കുറെ നാളുകളായി കേൾക്കുന്ന ഒന്നാണ്. ഇതിന്റെ ചില സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കുറെ നാളുകളായി കേക്ക് കുടുംബം വർക്കൗട്ടിന് പ്രാധാന്യം നൽകുന്നു എന്നും വിവാഹത്തിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ഇപ്പോഴിതാ വിവാഹ തീയതി അടുത്തതിന്റെ ചില സൂചനകളും വരുന്നുണ്ട്. ദിയ കൃഷ്ണ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് നെറ്റിസൺസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വർക്ക് ചെയ്യാൻ പറ്റുന്ന മെഹന്തി ആർട്ടിസ്റ്റിനെ തേടിയതായി പോസ്റ്റിൽ പറയുന്നുണ്ട്. വിവാഹ ആഘോഷത്തിനായി എല്ലാവരും ഒരുങ്ങുകയാണെന്നാണ് പുറത്തുവരുന്ന അഭ്യൂഹങ്ങൾ. റെഡിറ്റിൽ ദിയയ്ക്ക് വലിയ വിമർശനങ്ങളും വരുന്നുണ്ട്. ഇതൊരു സൗജന്യ കൊളാബറേഷൻ ആണെന്നും പണം കൊടുക്കുകയില്ലെന്നും പബ്ലിസിറ്റിക്ക് വേണ്ടി ഇവർക്ക് സൗജന്യമായി വർക്ക് ചെയ്തു കൊടുക്കാൻ പ്രൊഫഷണലുകൾ വരെ കിട്ടുമെന്നും വാദങ്ങൾ ഉയരുന്നുണ്ട്. പൊതുവെ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ ചെയ്യാറുള്ളവരാണ്. എന്നാൽ ദിയ സൗജന്യമായാണോ ആവശ്യപ്പെടുന്നതെന്ന് വ്യക്തതയല്ല. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പലരും മുൻവിധി എഴുതുന്നുണ്ട്. ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ദിയയ്ക്ക് പണം കൊടുത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെച്ചുകൂടെ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതേസമയം ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ വ്യക്തിജീവിതം കഴിഞ്ഞ കുറെ നാളുകളായി സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. പ്രണയത്തിനായി വളരെ പെട്ടെന്നായിരുന്നു ദിയയുടെ വിവാഹവും കുടുംബജീവിതത്തിലേക്കുള്ള കടക്കലും. സാധാരണക്കാരനായ ഭർത്താവ് അശ്വിനെ ദിയയും കുറിച്ച് നിരവധി താരതമ്യങ്ങൾ വന്നു കഴിഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ അവരുടെ സ്നേഹബന്ധത്തെ ബാധിച്ചതുമില്ല. എന്നാൽ അശ്വിന്റെ വീട്ടുകാരുമായി ദിയയ്ക്ക് അകൽച്ചയുണ്ടെന്ന അഭ്യൂഹങ്ങളും ശക്തമായി തന്നെ തുടരുകയാണ് ഇപ്പോഴും. ഭർത്താവിന്റെ വീട്ടുകാരെ ലക്ഷ്യം വെക്കുന്ന തരത്തിലുള്ള പല സ്റ്റോറികളും ദിയ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട്. അമ്മായിയമ്മ മരുമകൾ പ്രശ്നം പറയുന്ന റീലുകൾക്ക് ലൈക്കും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്ന കാര്യങ്ങളായിരുന്നു. ഇതിനിടെ മറ്റു ചില മാറ്റങ്ങൾ ദിയയുടെ വ്ലോഗുകളിൽ വ്യൂവേഴ്സ് ശ്രദ്ധിക്കുന്നുമുണ്ട്. വിവാഹത്തിന് മുൻപ് ഇടയ്ക്കിടെ അശ്വിന്റെ വീട്ടിൽ പോകുമായിരുന്നു ദിയ. ദിയയുടെ ചേട്ടന്റെ മകളുമായി വലിയ അടുപ്പത്തിലും ആയിരുന്നു. എന്നാൽ പോകെ ദിയ അശ്വിന്റെ വീട്ടിൽ പോകുന്നത് വ്യൂവേഴ്സിന് കാണാതെ ആയി. വിവാഹത്തിന് മുൻപ് ദിയ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ അശ്വിന്റെ ചേട്ടന്റെ മകളെയും വ്ലോഗുകളിൽ കാണാതെയായി. ദിയ അശ്വിനെ വിവാഹം ചെയ്യാൻ വേണ്ടി മാത്രം അശ്വിന്റെ വീട്ടുകാരോട് വിനയം കാണിച്ചതാണെന്നും വിവാഹം കഴിഞ്ഞതോടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നെന്നും വ്യാപകമായ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇപ്പോഴിതാ അശ്വിന്റെ ചേട്ടൻ ദിയയുടെ മകന് 1ാം പിറന്നാൾ ആശംസ അറിയിച്ചുകൊണ്ട് പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത്. കുഞ്ഞിനെ ലാളിക്കുന്ന അശ്വിന്റെ മാതാപിതാക്കളെയും ചേട്ടനെയും ചേട്ടന്റെ ഭാര്യയെയും മകളെയും എല്ലാം വീഡിയോയിൽ കാണാനാകും. നേരത്തെ അശ്വിന്റെ വീട്ടുകാർ കുഞ്ഞിനെ കാണാറില്ലേ എന്ന ചോദ്യത്തിന് ദിയ കൃഷ്ണ മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു: അശ്വിന്റെ കുടുംബം കുഞ്ഞിനെ കാണാറില്ലേ, കുഞ്ഞിനൊപ്പം സമയം ചെലവഴിക്കാറില്ലേ എന്ന് ഒത്തിരി പേർ ചോദിക്കാറുണ്ട്. ഞാനും എന്റെ വീട്ടുകാരും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. പക്ഷെ അശ്വിന്റെ വീട്ടുകാര് ആരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. അച്ഛനും അമ്മയും സോഷ്യൽ മീഡിയയിൽ പോലുമില്ല. അവർക്ക് അവരുടേതായ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഞാനും എന്റെ ഫാമിലിയും വർഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നവരുമാണ്. നമ്മൾ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണിക്കാറുമുണ്ട്. അശ്വിന്റെ വീട്ടിൽ പോകുമ്പോഴോ അവരുടെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോഴോ നമ്മളായി വ്ലോഗ് എടുത്തില്ലെങ്കിൽ അത് ആരും അറിയുകയുമില്ല. അങ്ങനെ ആളുകൾ അറിയാതെ പോകുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിനർത്ഥം ഞങ്ങൾ അവർക്കൊപ്പം സമയം ചെലവഴിക്കുന്നില്ല എന്നതല്ല. എല്ലാവർക്കും അവരവരുടേതായ സമയം കുഞ്ഞിനൊപ്പം കിട്ടുന്നുണ്ട്. ഞാൻ എന്റെ കംഫർട്ടിന് പോകുന്നത് എന്റെ സ്വന്തം വീട്ടിലാകുമല്ലോ. ഞാൻ പോകുന്ന സ്ഥലത്തല്ലേ തൽക്കാലം കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നെല്ലാമായിരുന്നു ദിയ ഒരിക്കൽ ചോദിച്ചിരുന്നത്. ഓമി ചെറിയ കുഞ്ഞാണ്. അവനൊരു 10 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അശ്വിന്റെ കൂടെ വിടാമായിരുന്നു. എനിക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയ സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോൾ അവിടെ ഓമിയും വരണം എന്നാണ് ദിയ കൃഷ്ണ പറഞ്ഞിരുന്നത്.